നിന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. അമ്പലപ്പൂ പോൽ വിശുദ്ധമാമധരം ചുംബിച്ചുലയ്ക്കുകില്ല, ഞാൻ ചുംബിച്ചുലയ്ക്കുകില്ല. ചൂടാത്ത കൃഷ്ണ തുളസിയല്ലേ നീ, വാടിയ നിർമാല്യം ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. കുങ്കുമക്കൂറിയുടെ മാഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യും നിൻ സേവകൻ. തപസ്സു ചെയ്യും നിൻ സേവകൻ. പാടാത്ത ഭക്തി ഗീതമല്ലേ നീ, ഇടറിയ സ്വരധാര ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അശ്വിൻ, എന്തോ എന്റെ പാട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം. അല്ല, പാടാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. പിന്നെ പ്രാക്ടീസ് ചെയ്തപോലെ പാടാൻ പറ്റിയെന്നാണ് വിശ്വാസം. ചോദിച്ചു നോക്കാം അല്ലേ? ശരത് സാർ. മോനെ, എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല സുഖമുണ്ടായിരുന്നു ഈ പാടുന്ന കേൾക്കാൻ. താങ്ക് യു. കാര്യം ഇത് ചില ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ ആ ഒരു നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു രസമായിട്ട് ഇത് ഈ തുടക്കവും പിന്നെ മാപ്പ് തരൂ, അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ കൃത്യമാകാം. ആദ്യം പാടി പിന്നെ അതങ്ങ് സെറ്റായി കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ചക്കര പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിടാ പാടിയത്. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ചേച്ചി. അശ്വിൻ മാം, സൂപ്പർ സെലക്ഷൻ ഡാ. താങ്ക് യു മാം. ഉഗ്രം പാട്ട്, അസലായിട്ട് പാടുകയും ചെയ്തു.
താങ്ക് യു. എനിക്കിവിടെ എന്താ പറയാ, പടത്തിന്റെ പേര് അഭിമാനം അല്ലേ? ശരിക്കും അഭിമാനം തോന്നുന്നു. എത്ര മനോഹരമായിട്ടാണ് പാടുന്നേ, സത്യം. അത് നന്നായി കേട്ടോ. കാരണം സർ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണെന്നറിയോ, നല്ല പെർഫെക്ഷൻ വരുന്നുണ്ട് പാടിനകത്ത്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് മഞ്ചരിപ്പെട്ടി തുറക്കാതെ വയ്യ. പെർമിഷൻ. എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം അശ്വിൻ ഇതിന് മുന്നേ സർ നമ്മള് മറ്റേ ഡേഞ്ചർ സോണിൽ വന്നപ്പോ കൊറേ സംസാരിച്ചിരുന്നു. അതെ വിഷമിച്ച് ആകെ തളർന്ന ഒരു കുട്ടിയാണ്. അതെ, അതിമനോഹരായിട്ട് പാടി. സൂപ്പർ. താങ്ക് യു ചേച്ചി. ഇല്ല ഇങ്ങനൊന്നും പറഞ്ഞാ പോരാ, എന്തെങ്കിലുമൊക്കെ ക്യാഷ് ആയിട്ടും കൂടെ കൊടു. അല്ല ക്യാഷിന്റെ ക്യാഷ് ആളാ അവിടെ ഇരിക്കുന്നത്. ആണോ? കട എന്റെ ബാങ്ക് സാറ് പറഞ്ഞ ഇന്ന് ക്യാഷും തുറക്കും. ഇല്ലല്ലോ, എന്റെ ബാങ്ക് കടത്തില്ല, പറ്റത്തില്ല. ഐ കാണ്ട് മറ്റേ വണ്ടിക്ക് വേണ്ടിട്ട് എന്തോ കടം മേടിച്ചു. MD സർ, നീ കൊടുക്കുന്ന ഇത് വണ്ടി ചെക്ക. മഞ്ചരിപ്പെട്ടി, അത് സംഗതിപ്പെട്ടി, സംഗതി ഇത് അവസരപ്പെട്ടി. അവസരപ്പെട്ടിയോ? അവസരമല്ല അവസര. അതായത് മഞ്ചരിപ്പെട്ടി ആര് നന്നായിട്ട് പാടി ജഡ്ജസ് ഇംപ്രസ് ആയ ഈ പെട്ടി തുറക്കും. മഞ്ചരിപ്പെട്ടി ഇത് സംഗതിപ്പെട്ടി. സംഗതിപ്പെട്ടി സംഗതിപ്പെട്ടിയിൽ നിറയെ പണമാണ്. പൈസ ആ, ഇത് അവസരപ്പെട്ടി. ഇത് അവസരപ്പെട്ടി, ഇത് വെറും പെട്ടി. സാറിന്റെ പെട്ടി വരും. അതൊരു വലിയ സർപ്രൈസ് ആണ്. സാറാണ് പാട്ട് പെട്ടി. പാട്ട് പെട്ടിയെന്നോ? യെസ്, ഫുൾ ഓഫ് പാട്ട്. പാട്ട് പെട്ടി. പക്ഷെ MD സർ, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഈ 3 പെട്ടികൾ ഒരുമിച്ച് തുറക്കാൻ പോകുന്ന ഒരു ദിവസത്തിനാണ്. സാറിന്റെ പെട്ടിയും കൂടെ വരുമ്പോ 4 പെട്ടി. ഇല്ല എനിക്ക് പെട്ടി വേണ്ട സാർ, അങ്ങനെ പറയല്ലേ. എനിക്ക് പെട്ടി വേണ്ട. ഞാൻ എന്റേതായിട്ടൊരു പെട്ടി ഞാൻ കൊണ്ടുവരും. അതാണ് അവിടെ തന്നെ വെച്ചാൽ അതിലെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടുന്ന് പെട്ടി വേണ്ട. വേണ്ട, ഞാനിവിടെ എന്റെ സ്വന്തം പെട്ടി വരും. എന്റെ സ്വന്തം പെട്ടിക്കകത്ത് നിറയെ പണം കൊണ്ട് നിറയ്ക്കും. ഓക്കെ, തിയേറ്ററിൽ തന്നെ അത് എടുത്തോണ്ട് പോകും. സത്യം വിളിച്ച് പറയല്ലേ. സർ, ആ ഈ ഒരു സന്തോഷത്തിലെ ഞാന് ഇപ്പൊ മോൻ പാടിയ വരികൾ അനുസരിച്ച് മാപ്പ് തരൂന്നാണ് ചോദിച്ചത്. അപ്പൊ ശരിക്കും സത്യത്തിൽ ഒരു പെൺകുട്ടി ഇത് കേട്ടിട്ട് അത്ര മനോഹരമായിട്ട് പാടി മാപ്പ് തരൂ, ഞാൻ എല്ലാ കുറ്റവും സമ്മതിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പാട്ടിന് ഒരു ഉത്തരം വന്നേനെ. ആ ഉത്തരം ഞാൻ പാടിത്തരാം. അതേ സ്കെയിൽ എന്നാ മതി. ഈ പാട്ട് തന്നെയാണോ? അല്ലല്ല, ആ പാട്ടിന്റെ ഒരു വരി പാട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार कितना. ഇത് ആര് പാടിയാന്ന് പറയാവോ ഈ പാട്ട്? പർവീൻ സുൽത്താൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ചോദിക്കാം. MD സർ, ഒന്നും പറയാനില്ല മോനെ, അതിമനോഹരമായിട്ട് പാടും. കാരണം ഈ സാധാരണ പാട്ടുകാർ പല രീതിയിൽ പാടും. പക്ഷെ മോനെന്ന് പാടിയ കൺട്രോൾഡ് സിംഗിങ് ആണ്. അതായത് അതിനകത്ത് ഒരു സ്ഥലത്തും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം, ആ പൂമേനി തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞ അതിമനോഹരമായിരുന്നു. പിന്നെ ആകെപ്പാടം മാപ്പ് തരൂ എന്ന് പറഞ്ഞ് പല്ലവി വന്ന ഒരു പോർഷനാണ്, ഒരു ശകലം അത് കണ്ണു വെക്കാതെ പോട്ടെ അല്ലേ, കണ്ണു കിട്ടത്തില്ല. അത് അങ്ങനെ പാടിയോണ്ട് കണ്ണു കിട്ടാതെ പോയി. മനോഹരമായിരുന്നു. കാരണം പല പോർഷൻസും അത് ചരണത്തിലൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. കാരണം ഞാൻ ഐ വാസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. A.T. ഉമർ സാറാണ് ഈ പെട്ടെന്ന് ഓർമ്മ വന്നേ. കുപ്പിവള എന്ന് പറഞ്ഞ പഴയ പടമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ ട്രാക്ക് പാടാൻ വേണ്ടി ഈ തരങ്ങളിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് പാട്ടത്രയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ അവസാനം അതിൻ്റെ ഒരു ജതിയുണ്ട്, അത് ഭയങ്കര പ്രയാസമായിരുന്നു പാടാൻ. അത് വൈത്താരിയാണ്. അപ്പോൾ 2 പേരാണ് പാടുന്നത്. അന്ന് എൻ്റെ കൂടെ പാടിയത് എനിക്ക് തോന്നുന്നു മോഹൻ ചേട്ടനാണോ കടക്കാവൂർ മോഹൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു, പരമാനന്ദൻ ചേട്ടനാണോ ആരാണെന്ന് അറിഞ്ഞൂടാ.
കൂടെ ഞാനും. അപ്പൊ എനിക്ക് കിട്ടിയ പോർഷൻ ആലങ്ങാട്ടെ പാലത്തിങ്കൽ 60 ചെറുപയർ എണ്ണിയെടുത്ത് വറുത്തു പൊടിച്ച് പൊടിക്കറി വെച്ച് അല്ലിക്കല്ലും കൂട്ടിയടിച്ച് കടുകിടതാളം പാട്ടും തെറ്റാതെ ആടിപ്പാടിച്ചോടുകൾ വെച്ച് കളിച്ചു മതിച്ച് കുതിച്ചു വരുമ്പോൾ താകിടത്തക്കത് ഇതാണ് ഒരു പോർഷൻ. അത് ഞാൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. കാരണം ടേക്കൊന്നല്ലേ ഉള്ളൂ. ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേക്കാവും. അപ്പൊ ഈ ഓർക്കസ്ട്രക്കാർ എന്നെ ചീത്ത വിളിക്കും. അത് കാരണം അതുകൊണ്ടാണ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് എന്റെ മണ്ടയിൽ നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നു. അതുപോലെ പഠിച്ചു. എന്തായാലും മോൻ സ്പ്രിഞ്ചി. സ്പ്രിഞ്ചിയാണോ സ്പ്ലിഞ്ചിയാണോ? സ്പ്രിഞ്ചി. നീ വെച്ച് കലക്കി മിടുക്കൻ. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിനെ സാർ അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. യുനോ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഷോയുടെ മാറ്റം കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സിംഗേഴ്സ് ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോഴാണ് ഈ ഷോയുടെ ക്വാളിറ്റി തന്നെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അശ്വിൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ ഇതൊരു എന്താ പറയുക ഒരു കൺഫെഷൻ സോങ് ആണ്. ഇപ്പൊ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാന്ന് പറയുമ്പോൾ അതൊരു കൺഫെഷനാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ട ഒരു ഫീൽ ഉണ്ട്. അത് അശ്വിൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഫീലായിരുന്നു. അത് ശരിക്കും നമ്മളോട് ഒരാൾ കൺഫെസ് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഭയങ്കര എഫേർട്ട്ലെസ് ആണ് അശ്വിന്റെ സിംഗിങ് എന്ന് പറയുന്നത്. പ്ലാൻസ് ആണെങ്കിലും എനിക്കൊരു പൊടിക്ക് റഷ് ഫീൽ ചെയ്തു. പക്ഷെ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ആ പ്ലാൻസ് ഒക്കെ ഭയങ്കര ക്ലാരിറ്റിയിൽ വീഴുന്നുണ്ട്. എൻ്റെ കൃത്യമായ ഗ്രിഡിൽ ലോക്കിൽ വീഴുന്നുണ്ട് അശ്വിൻ്റെ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഭയങ്കര രസമുള്ളൊരു ഏറ്റുമർ സാറിൻ്റെ ആ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര ഡെപ്തുള്ളൊരു വളരെ സിമ്പിളാണ്. അങ്ങനെ അങ്ങ് പോവും. പക്ഷെ ഇങ്ങ് ഉള്ളിലേക്കാണ് കയറുന്നത്. അത് ജീനിയസ് ആണ്. ആ സമയത്ത് ജീവിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ജീനിയസുകളാണ് എല്ലാവരും. അപ്പൊ അത് എന്തായാലും അശ്വിൻ കാലയ്ക്ക് പാടിയിട്ടുണ്ട്. അശ്വിൻ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. അശ്വിൻ ഈ പെർഫോമൻസിന് 9.6. താങ്ക് യു ചേച്ചി. ശരത് സർ. മോനെ ചക്കരെ സാർ. എനിക്ക് നീ ആ രണ്ട് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമന എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ല എന്ന് പാടിത്ത. എന്നാ ഞാൻ എന്റെ മാർക്ക് പറയാം. ആ മാപ്പും ഇതിന് ഞാൻ മാർക്ക് നിന്റെ നിർണ്ണയിക്കും. ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ അത് കുറച്ചും കൂടെ റിട്ടാർഡ് ചെയ്ത് പാടാം. അത് കുഴപ്പമില്ല. പക്ഷെ നോട്ട്സ് ഒക്കെ ഉണ്ട്. മാപ്പ് ലക്ഷ്മി മാപ്പു ആ മാപ്പിന് കുറച്ചും കൂടെ മാപ്പു തരൂ. അത് കുറച്ചും കൂടെ വികാരം അത്രേ ഉള്ളൂ. പക്ഷെ അത് നിനക്കൊരു കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ കേട്ടോ. ഓക്കെ സാർ. ഇനി മാർക്ക് പറയാം അല്ലേ? 9.4 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. എം ജി സർ. ഞാനങ്ങ് സ്പ്രിഞ്ച് 9.7. ഹൈയസ്റ്റ് അല്ലേ? So total 28.7. Oh, highest. super man. Super. Happy. All the best. മിഠായി മൊത്തം ഇരിക്കുന്നുണ്ട് ശരിക്കും. ശരിക്കും അങ്ങോട്ട്. അതെ, ഇനി അടുത്ത പാട്ടും സ്പ്രിഞ്ചണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.